ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ അനുഗ്രഹീതരായവരെ, ജൂൺ 16 ആണ്ടുവട്ടം 11 വാരം തിങ്കളാഴ്ച, തിരുസഭാ മാതാവ് ദിവ്യബലിമധ്യേ ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5 അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിന്റെ മലയിലെ പ്രസംഗമാണ് ഈ ദിവസങ്ങളിൽ നാം സുവിശേഷത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തുകരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. പകരത്തിനു പകരമെന്ന ലോകത്തിന്റെ ലോജിക്ക് മുഴങ്ങി നിൽക്കുന്നതിനിടയിൽ കേട്ടുകഴിയുമ്പോൾ അല്പം ഉൾക്കൊള്ളുവാൻ പ്രയാസമേറിയതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യുദ്ധത്തിനും കലഹത്തിനും പ്രിയമേറുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ പ്രസക്തമാണ്. തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അത് നെരിപ്പോട് പോലെ പുകയുകയുള്ളൂ. എന്നാൽ തിന്മയെ നന്മയും സൗമ്യതയും കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരി വിശുദ്ധരുടെ ജീവിതം അതിന് സാക്ഷ്യമാണ്. ജീവിതയാത്രയ്ക്കിടയിൽ കൊടുങ്കാറ്റിന്റെ നടുവിലും സൗമ്യതയോടെ നിലനിൽക്കുന്ന ഒരുപാട് പേരെ കാണുവാൻ ഇടവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില വികാരിയച്ഛന്മാരെ. വലിയ പ്രശ്നങ്ങളുമായി കടിച്ചു കീറുവാൻ വരുന്നവരുടെ മുൻപിൽ ക്രിസ്തുവിനടുത്ത് സൗമ്യതയോടെ നിലനിൽക്കുവാൻ ഈ അച്ഛന്മാർക്ക് സാധിച്ചു. കലിതുള്ളുന്നവരെല്ലാം ശാന്തമായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അച്ഛന്മാർക്ക് വേണമെങ്കിൽ വടിയെടുക്കാമായിരുന്നു. എന്നിരുന്നാലും അവർ ഇന്നത്തെ സുവിശേഷത്തെ അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിനെ അനുഗമിക്കുക അത്ര എളുപ്പമല്ല, എന്നാൽ അതത്ര അസാധ്യവുമല്ല. കാരണം സ്നേഹത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്ന ഏവനും ക്രിസ്തുവിന്റെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യ വായനയില് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസിലെ സഭയോട് പറയുന്നുണ്ട്, ദാരിദ്ര്യമാണെങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ എല്ലാം ആർജിച്ചുവെന്ന്. സംതൃപ്തമല്ലാത്ത മനസ്സാണ് സൗമ്യതയില്ലാതെ അശാന്തമായിട്ട് നിലനിൽക്കുന്നത്. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ എല്ലാം നേടിയെങ്കില് ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തില് അശാന്തിയുടെയും സൗമ്യതയില്ലാത്ത അവസ്ഥയുടെയും പ്രധാനപ്പെട്ട കാരണം. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവന് മേലങ്കി നഷ്ടപ്പെട്ടാലും 1 മൈൽ അധികം നടക്കാൻ ഇടവന്നാലും അവൻ സൗമ്യമായി അതിനെ നേരിടും. കാരണം അവൻ പൂർണ്ണത കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവചനം നമ്മുടെ മനസ്സിൽ മുഴങ്ങി നിൽക്കട്ടെ. ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാണ്, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുക. ഈ ദിവസം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയം അല്പം കൂടെ വിശാലമാക്കുവാൻ, നമ്മെ വിനയമുള്ളവരും ശാന്തശീലരും മഹാമനസ്കരമാക്കി തീർക്കുവാൻ നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ പ്രതിസന്ധിയുടെയും ബുദ്ധിമുട്ടിന്റെയും സമയത്തും സൗമ്യതയോടെ നിലനിൽക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു.